بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹിതരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63-ാമത്തെ വയസ്സ് നബി തങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ്. അസുഖം കൂടുതലായി വരികയാണ്. ഓരോ രാത്രിയും ഓരോ ഭാര്യമാരുടെ അടുക്കൽ താമസിച്ചിരുന്ന നബി എല്ലാ ഭാര്യമാരുടെയും സമ്മതപ്രകാരം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമത്തിലാണ്. ഭാര്യമാരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഉണ്ട്. എല്ലാവരും ദുഃഖത്തിലും വിഷമത്തിലും വെപ്രാളത്തിലുമാണ്. പ്രവാചകൻ്റെ അസുഖം കൂടിക്കൂടി വരികയാണ്. പരിഹാരങ്ങളൊന്നും ഫലിക്കാത്ത സാഹചര്യം ആണ്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന അസ്വാജുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ, ഞങ്ങളെല്ലാവരും ഭാര്യമാർ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ നിൽക്കുന്ന സമയം, ലം യുഗാദിർ മിൻഹുന്ന വാഹിദത്തുൻ, ഒരാളും ഒഴിവില്ല. ഫഅഖ്ബലത്ത് ഫാത്തിമത്തു തംഷി, ആ സമയത്താണ് മകൾ ഫാത്തിമ ബീവി നടന്നു വരുന്നത്. മാ തുഖ്തിയു മഷിയത്തുഹ മിൻ മഷിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, റസൂലുള്ള നടക്കുന്ന പോലെയുള്ള നടത്തം, ഒരു വ്യത്യാസവും ഇല്ല. ഫലമ്മാ റആഹാ റഹബ ബിഹാ, റസൂലുള്ളാഹി തങ്ങൾ കണ്ടപ്പോൾ വല്ലാതെ സന്തോഷിച്ചു, സ്വാഗതം ചെയ്തു. മർഹബൻ ബിബനത്തി, മോളെ വരൂ. റസൂലുള്ളാഹി തങ്ങൾ തുമ്മ അജലസഹ അൻ യമീനിഹി ഔ അൻ ഷിമാലിഹി, ഇടതുഭാഗത്തോ അല്ലെങ്കിൽ വലതുഭാഗത്തോ ആയിഷ ബീവിയെ ഇരുത്തി, ഫാത്തിമ ബീവിയെ ഇരുത്തി. തുമ്മ സാറഹ ഫബക്കത്ത് ബുകാഅൻ ഷദീദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം കേട്ടപാട് ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചിൽ. ആ അസ്വസ്ഥത കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും ഒരു സ്വകാര്യം പറഞ്ഞു. ഫളഹിക്കത്ത്, അപ്പോൾ ഫാത്തിമ ബീവി ചിരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ആയിഷ ബീവി പറയുകയാണ്, ഖസ്സഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈനി നിസാഇഹി ബിസ്സറാരി, ഈ കാണുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ മാത്രം റസൂലുള്ള സ്വകാര്യം പറയാൻ വേണ്ടി തിരഞ്ഞെടുത്തല്ലോ. നിങ്ങൾ തുമ്മ അന്തി തബ്കീന, പിന്നെ കരയുന്നതാണ് കാണുന്നത്. എന്താണ് കരയാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്ന്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം, മാ കുന്തു ഉഫ്ഷി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിർറഹു, റസൂലുള്ളാഹി തങ്ങൾ സ്വകാര്യമല്ലേ പറഞ്ഞത്, ആ സ്വകാര്യം പിന്നെ പരസ്യപ്പെടുത്താൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പരസ്യപ്പെടുത്തുകയില്ല എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആ സമയത്ത് ഞാൻ ആയിഷ ബീവി പറയുകയാണ്, ഫാത്തിമ ബീവിയോട് ചോദിച്ചു, അസംതു അലൈക്കി ബിമാലി അലൈക്കി മിനൽ ഹഖ് ലമ്മ ഹദ്ദത്നി മാ ഖാല ലക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറപ്പായും എനിക്ക് എന്താണ് ആ സ്വകാര്യം എന്ന് പറഞ്ഞു തന്നേ മതിയാകൂ. അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, അമ്മൽ ആൻ ഫനഅം, അതെ ഈ സമയത്ത് പറയാം, വിരോധമില്ല. അമ്മ ഹീന സാറനി ഫിൽ മറത്തിൽ ഊല ഫഅഖ്ബറനി അന്ന ജിബ്രീല കാന യുആരിദുൽ ഖുർആന ഫീ കുല്ലി സനത്തിൻ മറ വഅന്നഹു ആറളഹുൽ ആന മറത്തൈൻ വഇന്നി ലാ അദ്രി ലാ അറൽ അജല ഇല്ലാ ഖദ് ഇഖ്തറബ്, എന്നോട് ഒന്നാമത്തെ സമയത്ത് സ്വകാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം സാധാരണ എല്ലാ വർഷവും ഒരു പ്രാവശ്യം പരിശുദ്ധമായ ഖുർആൻ എനിക്ക് ആദ്യം മുതൽ അവസാനം വരേക്ക് ഓതിക്കേൾപ്പിച്ച് തരാറുണ്ട്. എന്നാൽ ഈ വർഷം 2 പ്രാവശ്യമാണ് അത് ഓതിക്കേൾപ്പിച്ച് തന്നത്. അതിൻ്റെ അർത്ഥം വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ക്ഷമിച്ചോ സഹിച്ചോ എന്നിങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ റസൂലുള്ള രണ്ടാമത് എന്നോട് ഒന്നുകൂടി സ്വകാര്യം പറഞ്ഞു, യാ ഫാത്തിമ അമാ തർള അൻ തകൂനി സയ്യിദത നിസാഇൽ മുഅ്മിനീൻ ഔ സയ്യിദത നിസാഇ ഹാദിഹിൽ ഉമ്മ, ഫാത്തിമ നിനക്ക് സത്യവിശ്വാസിനികളായ മുഴുവൻ സഹോദരിമാരുടെയും നേതാവാകുവാൻ ഇഷ്ടമാണോ?
അല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റെ സ്ത്രീകളുടെ നേതാവാകാൻ ഇഷ്ടമാണോ എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ ചിരിച്ചു. ഫലഹൈക്കുത്തു ലഹക്കി അല്ലദീ റഅയ്തി, നിങ്ങൾ കണ്ടില്ലേ ചിരി, ആ ചിരി ഞാൻ അപ്പോഴാണ് ചിരിച്ചത് എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഫഅഖ്ബറനി അന്നി അവ്വലു മൻ യത്ബഉഹു മിൻ അഹ്ലി ഫലഹൈക്കുത്തു, എൻ്റെ വഫാത്തിൻ്റെ ശേഷം എന്നോട് ആദ്യമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് വന്നു ചേരുക നീ ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. സ്നേഹമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം മഹദിയായ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പിന്നീട് 6 മാസം മാത്രമാണ് ജീവിച്ചത്. റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വഫാത്തായത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ സ്വകാര്യത്തിൽ ഫാത്തിമ ബീബിയോട് പറഞ്ഞു കൊടുത്തത്. പ്രവാചകൻ്റെ പ്രവചനങ്ങൾ സത്യമായി പുലരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.